ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡെയിലി വ്ളോഗ്സും ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് കുറച്ച് നാളായില്ലേ ഞാൻ വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായോന്ന് അറിയത്തില്ല. കാരണം ഞാൻ ഒരുപാട് ഇപ്പോൾ വെയിറ്റ് ഓൾമോസ്റ്റ് ഒരു 2 ആഴ്ചയോളം ആയിട്ട് പെട്ടെന്ന് എൻ്റെ വെയിറ്റ് അങ്ങ് കൂടി. നമ്മുടെ വീട്ടിലെ ചെറിയ ഓണവിശേഷം കാര്യങ്ങളൊന്നും കാണിച്ചിരുന്നില്ലല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ ഇപ്പോൾ വരാവേ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ നാളായില്ലേ നമ്മളൊരു ഡെയിലി വ്ലോഗ് അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നിട്ട്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം കേട്ടോ. അതിന് മുന്നേ നമ്മുടെ ഓണം കാര്യങ്ങളും വിശേഷങ്ങളും ഒന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ടൗൺഷിപ്പിലെന്നല്ല നമ്മുടെ ഈ ഏരിയയിൽ പോലും, ചുറ്റുമുള്ള ഏരിയയിൽ പോലും മലയാളി ഫാമിലിയോ മലയാളീസോ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ 3 പേരുമായിട്ടൊരു കുഞ്ഞു ഓണമായിരുന്നു. അതിൻ്റെ വിശേഷം എന്താ വെച്ചാൽ തലേ ദിവസം കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചൊക്കെ ഫ്രിഡ്ജ് വെച്ചിട്ട് ബാക്കി അങ്ങനെ തന്നെ വെച്ചു. കാരണം എന്തായാലും പിറ്റേ ദിവസം അരി എല്ലാം പറക്കൊക്കെ വേണമെങ്കിൽ വീണ്ടും എടുക്കണ്ടല്ലോ വെച്ച്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സാധനങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റായി ഇപ്പോൾ കേട്ടോ. ഇവിടെ നമുക്ക് നല്ല മഴയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഫ്ലഡും ഒക്കെ ആയിരുന്നല്ലോ. പക്ഷെ ഓണം അടുപ്പിച്ചപ്പോൾ പെട്ടെന്ന് നല്ലൊരു കാറ്റും നല്ലൊരു വെയിലും നമ്മുടെ കിളിക്കൂട് കണ്ടോ. എന്തായാലും നല്ല ഐശ്വര്യമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു അന്ന്. 3 ഇലയിട്ടൊരു കുഞ്ഞോണം, ഞങ്ങൾക്ക് 3 പേർക്കും മാത്രം വെച്ചൊരു കൊച്ചോണമായിരുന്നു. ഇതെല്ലാം വെച്ചു കിട്ടോ. അപ്പോൾ ഇല രാവിലെ തന്നെ നമ്മുടെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളോട് പറഞ്ഞിട്ട് അവർ വെട്ടിക്കൊണ്ട് വന്നായിരുന്നു. താഴോട്ടൊക്കെ വലിയ ഇലയുണ്ട് കേട്ടോ. അവർക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ലല്ലോ നമ്മൾ കഴിക്കുന്നതാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. എങ്കിലും നല്ല ഇലകളുണ്ടായിരുന്നു, കുറേ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ പായസത്തിൻ്റെ പരിപാടി എപ്പോഴത്തെയും പോലെ രാക്കയെ തന്നെ ആയിരുന്നു ഏറ്റെടുത്തത്. പക്ഷേ രാക്കയ്ക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല, കാലിലും നീരും വേദനയും കാരണേ. എങ്കിലും എങ്ങനെയെങ്കിലും പായസം ഉണ്ടാക്കി ഞാൻ ബാക്കിയുള്ള കറികൾ എല്ലാം വെച്ചു കിട്ടോ. നമ്മുടെ എന്താ പറയുക, തോരൻ, അവിയൽ, പച്ചടി, കിച്ചടി, സ്റ്റൂവ്, പരിപ്പ്, പുളിശ്ശേരി, സാമ്പാർ എല്ലാം വെച്ചു. കാരണം അങ്കൂനും അറിയണ്ടേ നമ്മുടെ ഓണത്തിന് എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ. അവനിപ്പോൾ അറിവ് വന്നു തുടങ്ങുകയല്ലേ. അപ്പം നമ്മൾ വെച്ച് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര മോശമാണ്. അപ്പോൾ എല്ലാം വെച്ചു. ഫ്രണ്ടിൽ വെച്ച് ആദ്യം മാവേലിക്ക് വിളമ്പി. വലിയ പൂക്കളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ചെറുതായിട്ടൊരു ഒരു പൂക്കളവും മാവേലിക്ക് വിളമ്പിയിട്ട് പിന്നെ ഞങ്ങളുടെ സദ്യ ഇതായിരുന്നു. ഞങ്ങൾ 3 പേരും മാത്രമുള്ള ഒരു കുഞ്ഞോണമായിരുന്നു. 3 ഇലയിട്ടുള്ളൊരു ഓണസദ്യ. സദ്യ തന്നെയാണ് ഓണത്തിന് മെയിൻ എന്ന് പറയുന്നതല്ലേ. അപ്പോൾ ഇവിടെ ദിവാലി വരാറായി. അടുത്ത മാസം, അതായത് ഒക്ടോബറിലാണ് ഈ പ്രാവശ്യം ദീപാവലി വരുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ആൾക്കാരൊക്കെ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അത് ഞാൻ എന്തായി കാണിച്ചു തരാം. നമ്മുടെ തൊട്ടപ്പുറത്തെ ദീദി കണ്ടോ, ക്വിൽറ്റും കാര്യങ്ങളൊക്കെ. കാരണം തണുപ്പും വരാൻ പോവുകയാണല്ലോ, ദിവാലി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് തണുപ്പ് കൂടും. നമ്മുടെ ക്വിൽറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളവരിങ്ങനെ കേട്ടോ ഉണക്കുകയും കാര്യമൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട്. ഇന്നിപ്പോൾ തുണിയാണ്, ചില ദിവസം മുളക്, മല്ലി, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരും. നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണക്കുന്ന കാണാം. ഇവിടെ ഇപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും. പിന്നെ എല്ലാവരും തട്ടും മുട്ടും ക്ലീനിങ്ങും ഒക്കെ തുടങ്ങി. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മുടെ ചന്ദ്രഗ്രഹണമായിരുന്നു. നിങ്ങളൊക്കെ കണ്ടായിരുന്നോ? ഞങ്ങൾ പുറത്തിറങ്ങി കണ്ടു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തു, പക്ഷേ വീഡിയോയിൽ ക്ലിയർ അല്ല. ചന്ദ്രൻ മറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് മറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. കാരണം അങ്കൂന് ടേം എക്സാം നടന്നുകൊണ്ടിരിക്കുവാണ്. കുറേ നേരം ഉറക്കം കഴിയാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ കിടന്നു. അങ്കൂൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു ബൈനോക്കുലർ ഉണ്ടായിരുന്നു. അതിൽ കൂടെ അവരിങ്ങനെ ചെക്ക് ചെയ്തൊക്കെ എന്തൊക്കെയോ നോക്കുന്നുണ്ടേ. അങ്കുവിൻ്റെ ബർത്ത് ഡേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ ഈ ബർത്ത്ഡേയുടെ അന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സ്വീറ്റ്സും അവരുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റൊക്കെ കൊടുത്തു വിടാറുണ്ടല്ലോ. അപ്പോൾ അതിന് ഒരുങ്ങി നിൽക്കുക, കളർ ഡ്രസ്സ് ഇടാം കേട്ടോ അന്ന്. അപ്പോൾ അതിനുള്ളൊരു അറ്റയർ ആയിരുന്നു ഇത്. എന്തായാലും ഡേറ്റിന് മുന്നേ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഗിഫ്റ്റ് ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മിഠായി ഇതായിരുന്നു. ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മിഠായി. അത് അങ്കു പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. നമ്മുടെ ശർമാജിയുടെ കടയിൽ നേരത്തെ പറഞ്ഞിട്ട് 2 പാക്കറ്റ് എടുത്ത് വെച്ചിരുന്നു. ഞാൻ ശരിക്കും കഴിച്ചു നോക്കിയില്ല കേട്ടോ. അവൻ തിരിച്ചു വന്നപ്പോൾ കംപ്ലീറ്റ് തീർത്തിട്ടാണ് വന്നത്. ഇവിടെ ഉള്ള പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി. ഇവരുടെ സ്കൂളിലൊക്കെ ഭയങ്കര ഫേമസ് ആ. അന്ന് ഇവിടെ എന്തോ കിട്ടുന്നത്, നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. സംഭവം അതായിരുന്നു മിഠായി. പിന്നെ നമ്മൾ ഗിഫ്റ്റ് ഓർഡർ ചെയ്തതായിരുന്നു. വേറൊന്നുമല്ല, ജെൽപ്പന്നാ. അവൻ തന്നെ പറഞ്ഞതാ, നമ്മുടെ ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്ത് എന്തോ ഒരു സൈസിലെ ജെൽപ്പൻ. ഇവരുടെ ക്ലാസ്സിൽ എത്രയോ 30-32 പിള്ളേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം കൊടുക്കാം. അങ്ങനെ എനിക്ക് തോന്നിയത് 50 എണ്ണം കണ്ടേ ഉള്ള പീസാണ്. അപ്പോൾ അതങ്ങനെയാണ്. ഇവിടെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റും കൊടുക്കും, സ്വീറ്റും കൊടുക്കും. പിന്നെ പിള്ളേരുടെ സന്തോഷമല്ലേ, എല്ലാ വർഷവും അങ്ങനെ എല്ലാവരും ചെയ്യുന്ന നമ്മൾ വാങ്ങിച്ചു കൊടുത്തു, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫും ഡെയിലി വ്ലോഗ്സും ഒക്കെ ആയിട്ട് വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ. അപ്പോൾ അതിൻ്റെ റീസൺ വേറൊന്നും കൊണ്ടല്ല, എനിക്ക് കിച്ചണിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടാണ്. വേറൊന്നുമല്ല, കുറച്ച് അലർജിക്ക് ഇഷ്യൂസ് ആയിട്ടാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു അലർജി ആണെങ്കിൽ എന്താ കിച്ചണിൽ കയറിയാറില്ലേ.
പക്ഷെ അത് അങ്ങനത്തെ ഒരു അലർജി അല്ല. എന്നെ അടുത്തറിയാവുന്ന ആൾക്കാർക്ക് അറിയാം എൻ്റെ അലർജി എങ്ങനെ വരുന്നതാണ്. അതായത് ജസ്റ്റ് ആരെങ്കിലും ഒന്ന് ഇങ്ങനെ തൊട്ടാൽ തന്നെ അവിടെ ഇങ്ങനെ ചുമന്ന് തടിച്ചു വരുന്ന ഒരു ടൈപ്പിലെ ഒരു പണ്ടേ അങ്ങനെയുള്ളൊരു അലർജി ഉള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ക്ലൈമറ്റ് അങ്ങോട്ട് മാറിയില്ലേ, കുറേ മഴയും കാര്യങ്ങളും ഒക്കെ പെയ്തു, അതിനുശേഷം പിന്നെ പെട്ടെന്ന് വെയിലും കാര്യങ്ങളും വന്നു. പിന്നെ ഈ നമ്മുടെ പുല്ല് വെട്ടുന്നത് തന്നെ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ പുല്ല് വെട്ടുമ്പോൾ തന്നെ ഞാൻ കതക് അടയ്ക്കുന്നതും എനിക്ക് എന്തോ ശ്വാസം മുട്ട് വരുന്ന ഒരു രീതിയിലൊക്കെ ഞാൻ നേരത്തെ എൻ്റെ ബ്ലോഗുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പുല്ലൊക്കെ വെട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ തന്നെ കുറേ പൂക്കൾ, നമ്മുടെ പാരിജാത്, നമ്മുടെ എന്താ പറയുക പവിഴമല്ലി, അതൊക്കെ രാത്രിയിലുള്ള മുല്ലപ്പൂവില്ലേ, അതൊക്കെ അതേ പിടിച്ച് വരുന്നുണ്ട്. അങ്ങനെ കുറേ എന്തൊക്കെയോ പൂക്കൾ, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത കുറച്ച് പൂക്കളൊക്കെ ഇവിടെ. ഇനി അതിൻ്റെ അലർജിയാണോ എനിക്കറിയത്തില്ല, എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്ന കുറച്ച് അലർജീസാണ്. അപ്പോൾ ഈ അലർജി കാരണം എനിക്ക് ഈ കൂടുതൽ ഈ ഗ്യാസിൻ്റെ അടുത്ത് നിൽക്കുകയായി ചൂടടിക്കുകയാണെങ്കിൽ ഒരുപാട് കൂടുമായിരുന്നു. അതായത് നമുക്ക് ഉച്ച മുതൽ കാലിൻ്റെ വെള്ളം വരെ ചൊറിയാന്ന് പറയത്തില്ല, അങ്ങനെ ചൊറിച്ചിലായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ ടാബ്ലറ്റ്സും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. മെയിൻലി എനിക്ക് അനീമിയ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അയൺ ടാബ്ലറ്റ്സ് പോലും എനിക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം അതിൽ വരെ അലർജിയുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഈ ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രിക്കോഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു ഇമ്പാക്റ്റായിട്ട് എനിക്ക് തോന്നിയത്, ഓൾമോസ്റ്റ് 2 ആഴ്ചയായിട്ട് ഞാൻ അധികം ആക്റ്റീവ് അല്ലായിരുന്നു. എൻ്റെ വെയിറ്റ് ഒരുപാട് കൂടിയിട്ടുണ്ട് കേട്ടോ, ഓൾമോസ്റ്റ് ഒരു 6 kg കൂടി. എനിക്ക് നേരത്തെ എനിക്കൊരു 86 വരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ വണ്ണം ഉള്ളതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം, വണ്ണം ഉള്ളവരുടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഈ ശ്വാസമുട്ടും കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മുടെ വെയിറ്റ് കൂടുമ്പോൾ തീർച്ചയായിട്ടും അത് ട്രിഗർ ആവത്തേ ഉള്ളൂ. അപ്പോൾ എനിക്കിതിന് മുന്നേ വന്നിട്ടുള്ളപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ട് വരും. അപ്പോൾ ശരിക്കും ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമായിരിക്കും, എനിക്ക് മെയിൻലി വെയിറ്റ് കൂടുമ്പോൾ എനിക്ക് എന്താ വരുന്നതെന്ന് വെച്ചാൽ ഈ ഡബിൾ ചിൻ വരും, ഇവിടെ ഇങ്ങനെ വീർത്ത് വരും. അതുപോലെ തന്നെ ഈ കൈ ഉണ്ടല്ലോ, ഈ കൈയുടെ രണ്ട് കൈയുടെ അവിടെ നല്ല വണ്ണം പെട്ടെന്ന് വരും. അല്ലെങ്കിലും എൻ്റെ കൈക്ക് നല്ല വണ്ണം കൂടുതലാണ്. പിന്നെ വയറും ചാടും. ഇതൊക്കെ പെട്ടെന്ന് സ്പഷ്ടമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത് ഇനി കുറച്ച് കുറയ്ക്കാൻ വേണം, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അതൊന്ന് കുറയ്ക്കണം. കാരണം എനിക്ക് എൻ്റെ ഹൈറ്റിനനുസരിച്ച് ഓൾമോസ്റ്റ് ഒരു 60 kg വരാം, 58-60 ആണ് നോർമൽ വെയിറ്റ്. അതിൽ നിന്ന് കൂടി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 65, ഒരു 5-6 കിലോയോളം എനിക്കിപ്പോൾ കൂടിയിട്ടുണ്ട്. പെട്ടെന്നാണ് കൂടിയത്, അതുവരെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയതായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, എനിക്ക് ഒത്തിരി വെയിറ്റിൽ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വെയിറ്റ് ലോസ് ആയിട്ട് ഇത്രയും നിന്നിട്ട് വീണ്ടും വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകും. അത് വണ്ണമുള്ളവർക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഒരു മെയ്ഡിനെ നിർത്തിയിട്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. അരിയുന്നതും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി എല്ലാം ചെയ്തു തരും. നമ്മൾ അധികം ഗ്യാസിനടുത്ത് നിൽക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ പാചകവും വളരെ കുറച്ചു ഞാൻ. ചപ്പാത്തി കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഓരോ വീടുകളിൽ ചപ്പാത്തി 1-2-3 വീടുകളിൽ ഇങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഹോം മെയ്ഡ് ഫുഡ് ഉള്ളവർ, ഞാൻ ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ചപ്പാത്തിയൊക്കെ വാങ്ങിച്ചു, ജസ്റ്റ് മുട്ടക്കറി, എന്താ പറയുക ചിക്കൻ കറി, അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിൽ, അതായത് നമ്മുടെ ഡെയിലി റുട്ടീനിൽ നിന്ന് കുറേ അങ്ങ് മാറി. അപ്പോൾ ഈ വെയിറ്റ് ഒന്ന് കുറയ്ക്കാനുള്ള പ്ലാന് ഞാൻ ആലോചിക്കുന്നുണ്ട്. 6 കിലോകളല്ലേ, അത് എങ്ങനെയെങ്കിലും ഒരു മാസം കൊണ്ട് ഒന്ന് കുറയ്ക്കണം എന്നും ഒരു ആഗ്രഹമുണ്ട്. ചെറിയ ചെറിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചിട്ട് തന്നെ, നമ്മുടെ നോർമൽ ഫുഡ് തന്നെ കഴിച്ചിട്ട് എനിക്കൊന്ന് വെയിറ്റ് കുറയ്ക്കണമെന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ മെയിൻലി അലർജി അതായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വെറുതെ ശരിക്കും ഭക്ഷണം കഴിച്ച് ടി വി ഒക്കെ കണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. നമുക്ക് ഡെയിലി വ്ലോഗ് അല്ലെങ്കിൽ കാണിക്കണമെങ്കിൽ തന്നെ മെയിൻലി എൻ്റെ കുക്കിംഗ് ഒക്കെ ആയിരുന്നല്ലോ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ അങ്കൂന് ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുക, ടേം 1 എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനൊരു 12:30 ആകുമ്പോൾ വരും. പിന്നെ വന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് ട്യൂഷനൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെയുള്ള റൂട്ടീനാണ്. ശരിക്കും റൂട്ടീനൊക്കെ ഒത്തിരി മാറി, ഒരുപാട് മാറി. ഇനി മെയിനായിട്ടുള്ള ഒരു മെയിൻ ട്രാക്കിലോട്ട് ഇനി വന്നാലേ എനിക്ക് എൻ്റെ ഒരു സെറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ വീഡിയോസ് മുടങ്ങണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് എന്താ പറയുക, നമ്മൾ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ എന്താ പറയുക ഹോൾ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും ഒക്കെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി വ്ലോഗ്സ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഇതായിരുന്നു. ഞാൻ മെയിൻലി നമ്മുടെ കിച്ചൺ നമ്മുടെ ഒരു അണ്ടറിൽ വരുമ്പോഴല്ലേ നമുക്ക് കൂടുതലും വ്ലോഗ്സ് എടുക്കാനും ഒക്കെ ഒരു ഇത് വരത്തുള്ളൂ. അപ്പോൾ അതൊക്കെയായിരുന്നു മെയിൻ റീസൺ. പിന്നെ രാഖയ്ക്ക് കാലിൻ്റെ മുട്ടിൽ നല്ല നീര് വന്നിട്ട് അങ്ങനെ റെഡ്നെസ്സും സ്വെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് രാഖയ്ക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാഖ പിന്നെ പെയിൻ കില്ലറും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഓണത്തിൻ്റെ പായസമൊക്കെ രാഖ ഉണ്ടാക്കി. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ കൊണ്ടാണ് ശരിക്കും അങ്ങ് മടിക്കുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ദേഹം കൊണ്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും ഒരു എനർജിയോ ഒന്നും കിട്ടത്തില്ല. അപ്പം ഞാൻ
ഇനി കുറച്ച് വെയിറ്റ് ലോസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ട്. പെട്ടെന്ന് ഒരു മാസം കൊണ്ട് എന്തായാലും ഒരു 6 കിലോ കുറയ്ക്കണം. കുറച്ചേ പറ്റത്തുള്ളൂ. നമുക്ക് വെയിറ്റ് കൂടുന്നത് വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ നല്ല വണ്ണമൊക്കെ ഉള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം വെയിറ്റ് ഉള്ളതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട്. കാരണം രാഖയുടെ ബുദ്ധിമുട്ട് ഞാൻ കാണുന്നുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 86 കിലോ ഉള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് 86 കിലോ ഉണ്ടായിരുന്നു. 86 കിലോ വരെ ആയതാണ് ഞാൻ പ്രസവം കഴിഞ്ഞിട്ട്. അതിന് മുന്നേ നോർമൽ വെയിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കൂടി ഓൾമോസ്റ്റ് ഒരു 10 വർഷത്തോളം ആ 86 കിലോയോളം സഹിച്ച് ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചിട്ടാണ് എൻ്റെ വണ്ണം കുറഞ്ഞു. പിന്നെ ഇപ്പം നോർമൽ എൻ്റെ ഒരു രീതിയിലെത്തി ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ വെറുതെ ഇപ്പം ഇന്ന് ടിവിയും കഴിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കൊണ്ടായിരിക്കും പെട്ടെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ വെയിറ്റ് കൂടിയ കാര്യമോ തോന്നുന്നു, എനിക്കറിയത്തില്ല. എന്തായാലും ഇനി എന്തെങ്കിലും കുറച്ച് എക്സസൈസ് അങ്ങനെ ഭയങ്കര സ്ട്രെയിൻ എടുത്തോളാം എന്തെങ്കിലും ഒന്ന് നോക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഡയറ്റീഷ്യൻ ആണ്. അപ്പോൾ പുള്ളിക്കാരിയോടൊന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. അപ്പോൾ എന്തായാലും കുറച്ച് പോസിറ്റീവ് തിങ്കിങ് ഒക്കെ ആയിട്ട് ഇനി മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ വെക്കുന്ന പോലെ എന്തായാലും ആവത്തില്ല. എത്ര മെയ്ഡോ എത്ര ആളുകളുണ്ടെങ്കിലും നമ്മൾ തന്നെ ചെയ്താലേ നമുക്കും ഒരു സമാധാനം കിട്ടത്തുള്ളൂ. നമ്മൾ വെറുതെ ഇരിക്കുവാണെങ്കിൽ നമുക്കത് ഒരുപാട് ദൂഷ്യം ചെയ്യത്തുള്ളൂ. ആർക്കും ഒരാൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഹൗസ് വൈഫാണ്, ജോലിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോരം പണിയാണ് ചെയ്യുന്നത്. തുണി കളിക്കും, തേച്ച് കളിക്കും, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒന്നും ഇല്ലാതെ വെറുതെ ഭക്ഷണവും കഴിച്ച് ടിവിയും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് കൂടും. അങ്ങനെ കൂടിയതായിരിക്കും. 2 ആഴ്ച കൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് ഒരു വെയിറ്റ് ചേഞ്ച് പോലെ എനിക്ക് തോന്നിയത്. കാരണം വയറിനകത്തൊന്നും അറിയാൻ പറ്റും, കഴിക്കാത്തൊന്നും അറിയാൻ പറ്റും, മുഖത്തു നിന്നും അറിയാൻ പറ്റും. പെട്ടെന്ന് നീര് വെച്ച പോലെ പെട്ടെന്നൊരു ചേഞ്ച് ആയിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് മാറ്റണം. ഈ റീസൺ കൊണ്ടൊക്കെയാണ് ഞാൻ കുറച്ച് നാളായിട്ട് വ്ലോഗൊന്നും എടുക്കാതിരുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ആ ട്രാക്ക് പിടിച്ച് വരണം. എല്ലാവരുടെയും ഓണം മൂടും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇരുന്നു? നന്നായി എല്ലാവരും ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾ 3 പേരും ഇലയിട്ടു. ഞങ്ങളുടെ 3 പേരുടെ ഇലയും പിന്നെ മാവേലിയുടെ ദൈവത്തിന് വെച്ച ഇലയും അത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ മലയാളീസ് ഒന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുമാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരുമായിട്ട് ഒരേ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഒരു കൂട്ടരെ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് പരാതിയാവും. അങ്ങനെ ഈ പ്ലാന്റിലുള്ളവർക്കെല്ലാം പരാതിയാവും. കാരണം ഒന്നാമത് രാഖ HR-ലാണ്. രാഖയ്ക്ക് എല്ലാവരെയും ആയിട്ട് നല്ല ഒരു കണക്ഷനുണ്ട്. നമ്മൾ ഒരാളെ മാത്രമായിട്ട് വിളിച്ചാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആരെയും നമ്മൾ പ്രത്യേകം ക്ഷണിക്കാത്തത്. പിന്നെ മലയാളീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ആഘോഷിക്കുന്നത് വേറെ, അല്ലാതെ വേറൊരു വ്യത്യാസമുണ്ട്. അത് നമ്മൾ പുറത്ത് നിൽക്കുന്നവർക്ക് അത് മനസ്സിലാവും ഞാൻ ഏത് രീതിയിലാണ് പറയുന്നത്. അപ്പം നമ്മളതുകൊണ്ട് ആരെയും സ്പെഷ്യൽ കൺസിഡറേഷൻ ഒന്നും കൊടുത്തില്ല. ഞങ്ങൾ 3 പേരും കൂടെ ഉള്ള ആഘോഷം അത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങളുടെ ഓണം എന്ന് പറയുന്നത്. അപ്പോൾ അതേ ഇതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഗണപതി വെച്ചിരുന്നത് ഞാൻ നേരത്തെ വ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗണപതിനെ ഇവിടെ ബപ്പയായിട്ട് വെച്ചിട്ട് 10 ദിവസം പൂജിച്ചിട്ട് അത് വെള്ളത്തിൽ കൊണ്ട് ഒഴുക്കി വിടുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ കിച്ചൺ ബാൽക്കണി നിന്നാൽ ഇങ്ങനെ വരുന്ന കണ്ടു. പിന്നെ ഞാൻ നമ്മുടെ റൂമിൽ അവിടെ നിന്നാൽ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. റൂം ബാൽക്കണിയിൽ കണ്ടോ, കൊട്ടും പാട്ടും ഡാൻസും ബഹളവും ഒക്കെ ആയിട്ട് പോകുന്ന കണ്ടോ. വലിയ ആളുകളും കുഞ്ഞു പിള്ളേരും എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ അങ്കൂൻ്റെ അടുത്ത് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ രാഖയ്ക്ക് കാലൊട്ടും വയ്യ. അപ്പോൾ രാഖയ്ക്ക് അത് കാരണം ഇറങ്ങാൻ പറ്റത്തില്ല. രാഖയുടെ കാലിൽ ഇങ്ങനെ നീര് നല്ല രീതിയിൽ ചുമന്നിങ്ങനെ നിൽപ്പുണ്ട്. ബാൽക്കണിയിൽ നിന്നാണ് രാഖയെ കണ്ടത്. ഞാനെന്തേ അങ്ങ് നമ്മുടെ ടൗൺഷിപ്പിൻ്റെ ഒരറ്റത്ത് പോയിട്ട് തിരിച്ച് വരുന്നതാണ് ഇപ്പോൾ അതേ കാണുന്നത്. നേരത്തെ അങ്ങോട്ട് പോയതാണ് കാണുന്നത്. ഇപ്പോൾ അതേ കൊട്ടൊക്കെ ആയിട്ട് തിരിച്ച് വരുന്നുണ്ട്. അതിനകത്ത് ഗണപതി ഇരിപ്പുണ്ട്. ഞാൻ നേരത്തെ ഒരു വ്ലോഗിൽ ഗണപതി ഇരിക്കുന്ന പന്തലും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നല്ലോ. ശരിക്കും ഞാൻ പോകത്ത് എന്താണെന്ന് വെച്ചാൽ അവർ ഈ സിന്ദൂരം ഇങ്ങനെ എടുത്ത് എറിയും. അതെനിക്ക് ശരിക്കും അലർജി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പോകാത്ത. അല്ലെങ്കിൽ എന്തായാലും ഞാൻ ജസ്റ്റ് നമ്മുടെ മുന്നിൽ നിന്ന് കണ്ടേനെ. അപ്പം അങ്കു അങ്ങോട്ട് പോയിട്ടുണ്ട്. രാഖ ആ ബാൽക്കണിയിൽ നിന്ന് കാണുന്നുണ്ട്. പടക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.